പോക്കിന് പോയ എന്തായി തീരുമല്ലോ ഭഗവാന്. ആ വിത്തൗട്ട് പ്രസിഡന്റ് എന്താ ഒന്നും മിണ്ടാത്തേ? ഞാനിപ്പം കുറെ മുണ്ടി കൊണ്ട് പ്രശ്നം തീരൂ. അല്ല, പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എന്താ പട്ടാളത്തെ കൊണ്ടുവരണോ? ഏടോ, ഇത് നമ്മൾ നാട്ടുകാർ സംഘടിച്ച് പരിഹരിക്കാണ് വേണ്ടത്. അതിനിപ്പം പരദോഷവും പരാതി കഴിച്ച് ഒത്തൊരുമിക്കാൻ ആർക്കാ അവിടെ സമയമുള്ളത്? ഒരാറ് കഷ്ണം പുട്ട്. അല്ല, നമുക്ക് പോലീസിലൊന്ന് പരാതിപ്പെട്ടാലോ? എന്നിട്ട് വേണം ബാക്കി കോഴിയെ അവന്മാരെടുത്തുകൊണ്ട് പോവാൻ. പ്രസിഡന്റ്, പുത്തൻ വീട്ടിൽ 4 എണ്ണം കൊണ്ടുപോയി, കൊച്ചുവിലാരുടെ വീട്ടിൽ നിന്നും കൊണ്ടുപോയി. ഇനിയിപ്പം ആ തന്തയില്ലാത്തവന്മാർ എന്റെ വീട്ടിലെങ്ങനെ കയറി വന്നാ ഈ കാട്ടിലെ നാരായണന്റെ സ്വഭാവം ശരിക്കും ഞാൻ കാണിച്ചു കൊടുക്കും. പ്രസിഡന്റിനെ അറിയാമല്ലോ എന്റെ സ്വഭാവം. ഇണങ്ങിയ നല്ലോടാ, ഇടഞ്ഞ മഹാപെശകാ നാരായണി. അറിയാം നാരായണി പൊക്കോളും. ഇപ്പൊ എല്ലാ കുരിശും എന്റെ തലയിലാ. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. പ്രസിഡന്റ് തന്നെ അതിനൊരു പരിഹാരം ഉണ്ടാക്കിയേ പറ്റൂ. ഒറ്റ വഴിയുള്ളൂ. ഇവരെ അങ്ങോട്ട് പിടിക്കാം. എന്നിട്ട് ഈ നാട്ടിലെ തൊഴിലില്ലാത്ത എല്ലാ ചെറുപ്പക്കാരെയും അങ്ങോട്ട് സംഘടിപ്പിക്കാം. കുറച്ച് ദിവസം ഉറക്കൊഴിയേണ്ട ഒരു പ്രശ്നമേ ഉള്ളൂ. കള്ളനെ നമുക്ക് കൈയോടെ പിടിക്കാം. അയ്യോ, ഞങ്ങൾക്ക് മൂക്കറ്റം പട്ടച്ചാര അടിച്ച വല്ല പാണ്ടിക്കാരോ മറ്റോ ആയിരിക്കും. അവന്മാരെന്തും ചെയ്യാൻ മടിക്കാത്തവന്മാരാ. അതിനും സാധ്യതയുണ്ട്. ഒന്ന് പോടോ. ഈ പെണ്ണുങ്ങൾ പോറ്റുന്ന കോഴിയെ മോട്ടിക്കാൻ മാത്രമോ അത്ര നാണം കെട്ടവരല്ല പാടിക്കാർ. കള്ളൻ ഈ നാട്ടുകാരൻ തന്നെയാ. നാട്ടുകാരായാലും വീട്ടുകാരായാലും ശരി, എന്തെങ്കിലും ആ ഹമുക്കുകളെ നമ്മുടെ കൈ കിട്ടും. കുയ്യാലിലെ ദേവണ്ടയിലെ കള്ളന്മാരെ കണ്ടെന്നാ പറയണേ. ഏതാണ്ട് കറുത്തു തടിച്ച് മുഖം മൂടിയൊക്കെ ഇട്ടാണത്രേ. അത് നമ്മളെ റിപ്പർ ചന്ദ്രനായിരിക്കും. ഇവന്റെ ഒരു മുഖം മൂടി. ഇതുവരെയുള്ള സംഭവ വികാസങ്ങൾ അവലോകനം ചെയ്യുമ്പോൾ എല്ലാ വീടുകളിൽ നിന്നും 4 കോഴികൾ വീതമാണ് മോഷ്ടിക്കപ്പെട്ടത്. എന്റെ നിഗമനത്തിൽ മോഷ്ടാക്കൾ 4 പേരാകാനാണ് സാധ്യത. കാറും ബസ്സും കൂട്ടിയിടിച്ചതിന്റെ ഫലമായി ഗൗതമന്റെ 21 തലയ്ക്ക് സാരമായ പരിക്കേറ്റു. രാവണ് പോലും ഇല്ലല്ലോടോ 21 തല. അത് ഗൗതമൻ ബ്രാക്കറ്റില് 21 വയസ്സ് തലയ്ക്ക് പരിക്കേറ്റു. അല്ല, നിങ്ങൾക്ക് കഴിക്കാനൊന്നും വേണ്ടേ? കല്യാണം ഒഴിച്ച് എന്തും. താമസം ഉണ്ടോ? ക്ഷമിക്കണം, താമസത്തിന് സൗകര്യമില്ല ഇവിടെ. കറുത്ത് തടിച്ച ആളെന്നല്ലേ കേളുപണിക്കർ പറഞ്ഞത്? ഇരുട്ടത്ത് പിന്നെ ആളെ കാണുമ്പോ കറുത്ത് തന്നെ ആയിരിക്കില്ലടോ വിവരദോഷി. ആരായിരിക്കും അത്? എന്തായാലും നമ്മളല്ലല്ലോ, അത് തന്നെ ഒരു ആശ്വാസം. എന്തിനാ വാദപ്രതിവാദം നടത്തണേ? കുഞ്ചു ഇപ്പൊ ഇങ്ങ് എത്തുമല്ലോ, അപ്പോഴറിയാലോ ആളാരാണെന്നുള്ളത്. പേപ്പറിൽ എന്താ വിശേഷം? എന്തുവാടാ? പേപ്പർ മടക്കിയപ്പോ വിരൽ അതിനിടയിലായി പോയി. ആളിങ് എത്തിയല്ലോ. വരണം, പ്രതീക്ഷിച്ചിരിക്കായിരുന്നു. കള്ളനെ നേരിൽ കണ്ടു എന്ന് കേട്ടു. ആളെ തിരിച്ചറിഞ്ഞോ? പാണ്ടിക്കാരാണ്, പട്ടാളക്കാരാണെന്നൊക്കെ പറയുമ്പോ എനിക്ക് അറിയാമായിരുന്നു കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടെന്ന്. ആരുടെങ്കിലും രൂപസാദൃശ്യം തോന്നുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറഞ്ഞോളൂ, ഞാനില്ലേ ഇവിടെ. ഇവൻ തന്നെ കള്ളൻ. കള്ളം, പച്ചക്കള്ളം. ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കോഴി കണ്ടിട്ട് പോലുമില്ല. കോഴിയേ കണ്ടിട്ടില്ലെന്നോ? അയ്യടാ, ഇല്ല, ഇന്നലെ രാത്രി ഞാൻ കോഴി കണ്ടതേ ഇല്ല. വ്യക്തിവൈരാഗ്യം കൊണ്ട് അവൻ എന്നെ കോഴിക്കള്ളനാക്കുന്നതാ. അയ്യോ, ഇവൻ തന്നെയാണ് കള്ളൻ, ഞാൻ നേരിൽ കണ്ടതാ. അങ്ങനെ ഒരാളെ മാത്രം സംശയിച്ചാലോ? വിശ്വസിക്കാൻ പറ്റിയ തെളിവുകൾ വല്ലതും ഉണ്ടോ? തെളിവുണ്ട്. എവിടെ? ഇവന്റെ മുതുകിൽ ഏറുകൊണ്ടൊരു കലയുണ്ട്. ഇല്ല ഇല്ല ഇല്ല, പച്ചക്കള്ളം. ഏതായാലും എല്ലാവരുടെയും വിശ്വാസത്തിന് വേണ്ടി ആ മുതുകൊന്ന് കാണിക്ക. ഇല്ല, എന്റെ മുതുകിൽ കലയേ ഇല്ല. എടോ, ഇല്ലെങ്കിൽ താരം തന്നെ പഠിക്കണേ. ആ ഷർട്ട് അഴിച്ച് കാണിച്ചാട്ടെ. ഞാൻ പല്ലി തെറ്റിട്ടില്ല. മുതുകില് കലയുണ്ടോ നോക്കാൻ അതിനിപ്പം ബ്രേസ് ഇട്ടില്ലെങ്കിൽ എന്താ? ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് തുണി അഴിക്കാൻ എനിക്ക് നാണക്കേടാ. ഓ, ഇതിപ്പോ എന്റെ ചാരിത്രവും പോകണം പരിശോധിക്കുന്ന പോലെയാ. വർത്താനം പറയാ, ഷർട്ട് അഴിക്ക്. എന്തായാലും തന്റെ ഷർട്ട് അഴിച്ചിട്ട് തന്നെ കാര്യം. അഴിക്കടാ ഷർട്ട്. അഴിക്കടാ. മര്യാദയ്ക്ക് അഴിക്കുന്ന എനിക്ക് നല്ലത്.
ഞാൻ അങ്ങേ അച്ഛൻ പോയ ഇന്ത്യൻ പ്രസിഡന്റ് ആവും. ഇങ്ങേ അച്ഛൻ വന്ന തനി തറയാണല്ലോ പെണ്ടി. അയക്കണം. നിങ്ങൾ കേൾക്ക്, ഞാനൊരു സത്യം പറയാം. എനിക്ക് മുതുകില്ല. എന്നാ മുതുകില്ലാത്ത ജന്തുവിന്റെ മുതുക എനിക്കൊന്ന് കാണാം. അയക്കണം. അയക്കണം. പിടി, പിടി. എല്ലാവരും കൂടി വാ. കുറെ കാലമായിട്ട് നോക്കി നടക്കുകയാണ്. അങ്ങോട്ട് ചെല്ല്. പിടി. പിടി, പിടി. ആയ്, ആയ്, പിടി. ഓടിപ്പിടി, ഓടിപ്പിടി, ഓടിപ്പിടി. കോമണ കോണ. ഓട്ടിക്കരുത്. ഒരു, ഞാനല്ല കോഴി ഓട്ടിച്ചത്, ഞാനല്ല പട്ടി. എന്താ പ്രസിഡന്റ് ഒന്നും മിണ്ടാത്തത്, എന്താ പ്രസിഡന്റ് ഒന്നും ചെയ്യാത്തത് എന്ന് നിങ്ങൾ ചോദിക്കുമ്പോ ഞാൻ അനങ്ങാണ്ടിരിക്കുകയാണെന്നാണോ നിങ്ങൾ ധരിച്ചത്? ബുദ്ധി പ്രവർത്തിപ്പിക്കുകയായിരുന്നു. ഗോപാല മുതലാളിക്ക് ഇങ്ങനെ ഒരു വേല ഒപ്പിക്കാനുള്ള സൂത്രം പറഞ്ഞു കൊടുത്തത് ഞാനാണടോ, ഞാനാ. ഇപ്പോഴെങ്കിലും എന്റെ പ്രിയപ്പെട്ട നാട്ടുകാർക്ക് മനസ്സിലായല്ലോ ഈ വിശാലകക്ഷൻ നിരപരാധിയാണെന്ന്. പറയാറായിട്ടില്ല. ഷോക്കേറ്റവരിൽ ഒന്നെങ്കിലും ചത്ത് കാണും. 1-2 ദിവസം കഴിഞ്ഞാൽ ചീർത്ത് വീർത്ത് ആ ശവം പൊന്തും. ആ ശവത്തിന്റെ ബന്ധത്തിലൂടെയേ ബാക്കിയുള്ള കള്ളന്മാരെ കണ്ടെത്താൻ പറ്റുകയുള്ളൂ. എന്തായാലും കറണ്ട് വെച്ചത് അല്പം ക്രൂരമായി പോയി. ഇവൻ ആരോടോ ഇത്തരം സംഗതിയിൽ മനസാക്ഷി പാടില്ല. അതെ, ഉപ്പ് തിന്നവൻ ആരായിരുന്നാലും നാരങ്ങ വെള്ളം കുടിക്കും. ഈ പഞ്ചായത്തിൽ ഇതൊരു പാഠമാകണം. അതാണ് കറണ്ട് വെച്ച് കൊന്നിട്ടായാലും ആ കള്ളനെ പിടിക്കാൻ ഞാൻ ഏർപ്പാട് ചെയ്തത്. കാഴ്ചക്ക് ഇങ്ങനെ നാട്ടിൽ വക്കീലും പോലീസും ഉണ്ടായിട്ട് എന്താ കാര്യം? കള്ളനെ പിടിക്കാനും കെട്ടിയിടാനും പ്രസിഡന്റ് തന്നെ വേണ്ടി വന്നു. പ്രസിഡന്റ് എവിടെ? ചായക്കടയിലുണ്ട്. ഒരു ദിവസം യുവന്മാർ എന്റെ വീട്ടിലെത്തുമെന്ന് എനിക്ക് നേരത്തെ തന്നെ നിശ്ചയുണ്ടായിരുന്നു. അറിയോ, 4 ദിവസം കുടിയും തീറ്റും കൊടുത്ത് ആ മല്ലന്മാരെ ഞാൻ പോറ്റിയത്. എന്തായാലും പ്രയോജനപ്പെട്ടില്ല, അത് മതി. ഹലോ, ഇതാര് വക്കീലോ? കള്ളന്മാരെ കണ്ടില്ലേ? പ്രസംഗിക്കാൻ മാത്രമല്ല പ്രവർത്തിക്കാനും പ്രസിഡന്റിന് അറിയാമെന്ന് ഇപ്പൊ മനസ്സിലായോ? വളരെ മോശമായി പോയി. അതെന്താ അവരെ കൊല്ലാത്തോ? ഇവരെ ഈ രീതിയിൽ ശിക്ഷിച്ചത്. ആ വക്കീല് പറയണ എനിക്ക് മനസ്സിലാവില്ല. കണക്കിന് തല്ലിയില്ലേ? പിന്നെ പരസ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രഹസനം കൂടി ആവശ്യമുണ്ടായിരുന്നോ? കുറ്റം ചെയ്തവരെ ശിക്ഷിച്ചത് തെറ്റായി പോയിന്നാണോ വക്കീല് പറയണത്? ശിക്ഷിക്കണം, പക്ഷെ ഇത് ക്രൂരമായി പോയി. ഇങ്ങനെ ഒരു ശിക്ഷ കൊണ്ട് ഇവർ ഈ നാട്ടിലെ ഏറ്റവും വലിയ കള്ളന്മാരാകാനേ സാധ്യതയുള്ളൂ. എന്താ അവർ ചെയ്ത കുറ്റം? നാടിനെ ഒറ്റിക്കൊടുക്കുന്ന ചാരപ്പണിയൊന്നുമല്ലല്ലോ. അത് ചെയ്തവരെ പോലും ഇത്തരത്തിൽ ശിക്ഷിച്ചിട്ടില്ല. പ്രായം കൊണ്ട് തോന്നുന്ന ചില തമാശകൾ. തൊഴിലില്ലാത്ത ഇവരുടെ ഈ അവസ്ഥയിലായിരുന്നു ഞാനെങ്കിൽ ഞാനും ഇതിലൊരുവനാകുമായിരുന്നു. നിങ്ങൾക്കും ഈ പ്രായമായിരുന്നെങ്കിൽ നിങ്ങളുമൊക്കെ ഇതിലൊരുവനാകുമായിരുന്നു. എന്താ ഇനിയും അവരെ പ്രദർശനത്തിന് വെക്കണോ? എന്തായാലും ഞാൻ അവരെ അഴിച്ചുവിടാൻ പോവുക. എന്തായാലും കുറച്ചു കാലം കള്ളൻ എന്ന ക്ലീൻ ഇമേജിൽ തന്നെ നാട്ടിൽ ജീവിക്കേണ്ടി വരും. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഭൂലോക കള്ളന്മാർ പലരും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവരാരും ആത്മഹത്യ ചെയ്തിട്ടില്ലല്ലോ, നാട് വിട്ട് ഓടിയിട്ടുമില്ലല്ലോ. പിന്നെന്തിനാ നിങ്ങൾ മാത്രം അത് ചെയ്യുന്നത്? നിങ്ങൾ ഇത്രയും കാലം പാടുപെട്ടുണ്ടാക്കിയെടുത്ത ചീത്തപ്പേര് ഇനി അങ്ങോട്ടുള്ള പ്രവൃത്തി കൊണ്ട് തിരുത്താൻ ശ്രമിക്കുക. എന്തെങ്കിലും ജോലി തരപ്പെട്ടെങ്കിൽ വൈറ്റ് കോളർ ജോബ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല സാർ. പിന്നെ ഏത് കളർ കോളർ വേണം? എന്ത് കളറായാലും കുഴപ്പമില്ല സാർ. വയലറ്റ് ആയാലോ? എന്നോട്. ഇവിടുത്തെ തൊഴിൽ ക്ഷാമത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? 45 ലക്ഷത്തോളം അഭ്യസ്തവിദ്യരായ തൊഴിലന്വേഷികൾ ഇന്ന് ഈ കൊച്ചു കേരളത്തിലുണ്ട്. അതിനിടയിൽ എന്തെങ്കിലും ഒരു ജോലി തരപ്പെടുക എന്ന് വെച്ചാൽ അത് വലിയ ഭാഗ്യമാണ്. എന്ത് ജോലി ആയാലും കുഴപ്പമില്ല. ഈ കൂട്ടത്തില് എന്റെ പേര് PSC റാങ്ക് ലിസ്റ്റിലൊക്കെ ഉണ്ടേ. എങ്കിൽ ജോലി കിട്ടുമെന്ന പ്രതീക്ഷയേ വേണ്ട. അങ്ങനെയൊന്നും പറയരുത്. നമ്മുടെ ഈ ഗ്രാമത്തിൽ നിങ്ങൾക്ക് ജോലി തരാൻ പറ്റിയ ഒരാളേ ഉള്ളൂ, ഗോപാല മുതലാളി. കണക്കും മറ്റും നോക്കാൻ 1-2 പേരെ വേണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ നിങ്ങളുടെ കാര്യമായതുകൊണ്ട്
മുതലാളിയുടെ നിലപാട് എന്തായിരിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ആ, എന്തായാലും എന്റെ സ്വാധീനം വെച്ച് ഞാൻ സംസാരിച്ചു നോക്കാം. അല്ല, എങ്ങനെയാ വീട്ടിൽ പോവാന്നുള്ള കാര്യത്തില വഴിയുണ്ട്. കുറച്ച് വിഷം വേണ്ടി വരും. വിഷമുണ്ടോ? ടിക് 20, പരാമർ, പൊട്ടാസ്യം സൈനൈഡ്, ഇതൊക്കെയാണ് ഇന്ന് മരിക്കാൻ വിപണിയിൽ ലഭ്യമാകുന്ന പ്രധാനപ്പെട്ട വിഷങ്ങൾ. ഇതിലേതാണ് നിങ്ങളുടെ ബ്രാൻഡ്? ഇനിയിപ്പോ ഇതൊന്നും ഇഷ്ടമായില്ലെങ്കിൽ നൈട്രിക് ആസിഡോ സൾഫൂറിക് ആസിഡോ ആയാലും മതി. അതും ഇഷ്ടമായില്ലെങ്കിൽ ഒതളങ്ങ ആയാലും മതി. ഏത് വിഷമാണ് വേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കും. മുരളി എന്താ ഇനി വരാത്തത്? ബോർഡ് ചെയർമാൻ കൂടിയായ പ്രസിഡന്റും ഇങ്ങനെ എതിർക്കുമ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു അഭ്യസ്ത വിദ്യന് ചെയ്യുന്ന ഉപകാരം എന്ന നിലയ്ക്ക് സാർ എന്തെങ്കിലും. അഭ്യാസവും വിദ്യയും ഒക്കെ കയ്യിലിരിക്കട്ടെ. താൻ ബാങ്കിന്റെ പണം വാങ്ങി കോഴിയെ പോറ്റിയ കറുത്ത കോഴിയെ നാട്ടുകാർ തിരിച്ചു പിടിക്കാൻ കൂട്ടത്തോടെ വരുമ്പം എന്ത് ചെയ്യും? അപ്പം ബാങ്കിന്റെ മുതൽ എന്താ ഗ്യാരണ്ടി? കേക്കട്ടെ. പ്രസിഡന്റ് പറയുന്നതിലും കാര്യമുണ്ട്. എന്തായാലും ലോൺ അനുവദിക്കുന്ന പ്രശ്നമില്ല. നേരെ നിറയും കിട്ട ഇത്ര രാഷ്ട്രീയ കോമരങ്ങളുടെ വക്കാലത്തില്ലാതെ സാറിന് പേഴ്സണൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്നാ പേഴ്സണലായിട്ട് എന്താ കിട്ടുക അങ്ങോട്ട് വാങ്ങിച്ചോ. പാടൂ. സോറി മുരളി, ഒരു കോപ്പറേറ്റീവ് ബാങ്കിന്റെ മാനേജർ എന്ന നിലയ്ക്ക് എനിക്ക് ചില പരിമിതികളൊക്കെ ഉണ്ട്. കോഴിയെ വളർത്താൻ ലോണേ? ഇങ്ങനെയാണെങ്കിൽ കുറുക്കനെ വളർത്താൻ ലോൺ ചോദിക്കില്ലേ? ഞാൻ പ്രസിഡന്റ് ആവുന്ന കാലത്തോളം അത് നടക്കാൻ പോകില്ല. പ്രസിഡന്റ് ദേഷ്യപ്പെട്ട പറഞ്ഞത്. അപ്പൊ പാര തന്നെ. ലോണ് കിട്ടുമോ? എന്നാ പറഞ്ഞത്. എന്നാ ഞങ്ങൾ വരട്ടെ. കിട്ടും, ഇപ്പൊ തന്നെ കിട്ടും. എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇതുപോലത്തെ ലോൺ കിട്ടിയില്ലെങ്കിൽ എന്റെ കാര്യം സേഫ് ആണ്. കാരണം റാങ്ക് ലിസ്റ്റിലൊക്കെ എന്റെ പേരുണ്ട്. അമ്പടോ. എന്താടാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറഞ്ഞ കോളാമ്പിയോ തുപ്പിത്തോപ്പിക്കണോ? തോന്നിവാസം കാണിച്ച പിന്നെ നാവുണ്ടാവില്ല. അടിച്ച് പല്യം കൊഴിക്കും കള്ളത്തിരുമാലികളെ. നമസ്കാരം. നമസ്കാരം. ഇയാൾക്കെന്താ വട്ടായി പോയോ? എന്തിനാ എന്നെ തല്ലിയത്? മുരളി ലോൺ ചോദിച്ചോണ്ടായിരിക്കും. ശരിയാ, അതാവാനാണ് സാധ്യത. കിട്ടിയില്ല. പ്രസിഡന്റ് പാരോ ഇവനിട്ട് കിട്ടി. തനിക്കിട്ട് പാരയും ഇവനിട്ട് അടിയും. നല്ല ചേർച്ച. അല്ല, അതിനിപ്പോ ഞാൻ എന്താ ചെയ്ത്? എന്തായാലും ഉള്ളത് കിട്ടിയില്ലേ, അതിനെന്തിനാ എത്ര ടെൻഷൻ അടിക്കണേ? മഹാ ബോറായി പോയല്ലോ. ഒരു ഇരുട്ടടി അയാൾക്ക് കൊടുത്തേ പറ്റുള്ളൂ. എന്തിനാ ഇരട്ടടിയാക്കണേ? അതൊക്കെ റിസ്ക് ആണ്. നമുക്ക് വെളിച്ചത്തിട്ടടിക്കാം. എന്നിട്ട് വേണം നാട്ടുകാരായി നമുക്ക് കിട്ടാൻ. ഇന്ന് രാത്രി തന്നെ എന്ത് ത്യാഗം സഹിച്ചായാലും അയാൾക്കിട്ട് 2 കൊടുക്കണം. എങ്കിലൊരു ബൈക്ക് കടം കിട്ടും, കൂടെ 2 ഹെൽമെറ്റും. അങ്ങനെയാണെങ്കിൽ ഈ ഇരട്ടടി നമുക്ക് യൂറോപ്യൻ സ്റ്റൈലാക്കാം. സംഘടിപ്പിക്കാം. അശോക, എങ്ങനെയുണ്ടായിരുന്നു എന്റെ പ്രസംഗം? പൊടി പാറ്റിയില്ലടാ. നീ എന്ത് വിചാരിച്ചടാ എന്നെ പറ്റി? ഈ പഞ്ചായത്ത് എന്താടാ കാര്യം പറഞ്ഞു? ഒരു ഇരുട്ടടി കൂടി ബാക്കിയുണ്ട്. അത് നിന്റെ അളിയനല്ലേ? അതെ, പഴയ ഒരു കടത്തിൽപ്പെട്ടത്. ഈ ചാൻസിന് ഉപയോഗിക്കാം. അപ്പൊ തട്ടല്ലേ? നല്ല അളിയൻ. പ്രകാശ, ആരെ ഫോളോ ചെയ്യുന്നുണ്ട്? അതിനിപ്പോ എന്താ? എടാ, നമ്മളെ പിടിക്കാനാവും. അയ്യോ, അടിച്ചു വിട്ടോ. പ്രകാശ, നിർത്ത്. എന്താടാ? അതാ വിശാലാക്ഷൻ. ഇവനോട് വരുന്നു. രക്ഷപ്പെടാൻ പറ്റിയ ഒരു മാർഗമുണ്ട്. എങ്ങനെ? ഹെൽമെറ്റ് കൈ കൊടുത്ത് ബൈക്കിന് നമുക്ക് നീർക്കോലിയെ കാവൽ നിർത്താം. കൊള്ളാം. വിശാല നിന്ന്. ഇത് ഏത് ഗ്രഹത്തിൽ നിന്ന് വരുന്നു? കാരാഗ്രഹത്തിന്ന്. രാവിലെ തുടങ്ങിയത് ഞങ്ങൾ ഈ ബൈക്ക് യാത്ര. ഇതുവരെ മൂത്രം ഒഴിക്കാൻ പറ്റിയില്ല. അപ്പൊ വണ്ടിയിൽ മൂത്രം ഒഴിക്കണേ? പെട്രോൾ അല്ലേ? അതല്ല, ഞങ്ങൾ രാവിലെ ഇറങ്ങിയതുകൊണ്ട് മൂത്രം ഒഴിക്കാൻ മൂത്രം മുടിച്ച് നടക്കണം. മൂത്രം മണ്ടേ കയറും. തല ഹെൽമെറ്റ് കൊടുങ്ങാട്ട് നോക്കണേ. വലിപ്പുള്ളതുകൊണ്ടാ നിൽക്കുന്നവൻ. നിർത്താൻ പോവാ. അല്ല, ഇതാര്? പഞ്ചായത്ത് പ്രസിഡന്റ് ഫാൻസി ഡ്രസ് ഉണ്ടായിരുന്നു. ആടാ, ഫാൻസി ഡ്രസ് തന്നെ. എടാ, മനസ്സിലാവില്ലെന്ന് വിചാരിച്ചാ
അടി, അശോക. അടിയടാ, മുള്ളിരിക്കല്ലേ? മുള്ളിരിക്കല്ലേ? അയ്യോ, ഓടി വരണേ, പഞ്ചായത്ത് പ്രസിഡന്റ് വണ്ടി പിടിച്ചേ. അയ്യോ, അയ്യോ, പഞ്ചായത്ത് പ്രസിഡന്റ് പുതിയ വട്ടത്ത് കൊണ്ടുപോലെ ഓടി വരണേ. അയ്യോ, അയ്യോ, രക്ഷിക്കേ. അയ്യോ, ഓടി വരണേ. പിടി, പിടി. കള്ളൻ, കള്ളൻ, കള്ളൻ. എന്താ താൻ ഈ കണ്ണുകൊണ്ട് കണ്ടോ? ഈ കണ്ണുകൊണ്ടല്ലാതെ പിന്നെ ആ കണ്ണുകൊണ്ട് എനിക്ക് കാണാൻ പറ്റുമോ? അയ്യേ. കൊത്തിച്ചിണക്കി നടക്കുന്ന രണ്ട് ഇണക്കോഴികളെ പോലെ അവർ മുട്ടുരുമ്മി ഇരിക്കും. തലയിൽ പൂവില്ലാത്ത മുരളി എന്ന അങ്കവാൽ, വംശം നാടൻ, ഗിരിരാജ ഇനത്തിൽപ്പെട്ട പിട. നിർത്തോ, ഒന്നും ഞാൻ പൂവനെയോ പടയോ രണ്ടിനെ. ഒന്നവിടെ നിൽക്കണോ? എന്ത് വെട്ടിത്താടോ താ കാണിക്കാൻ പോണേ? ഭ്രാന്ത് പിടിച്ചോ തനിക്ക്? ഒന്നേ ഉള്ളടോ, ഒക്കെ സമ്പാദിച്ച അവക്ക് വേണ്ടിയാ. എന്നിട്ടിപ്പോ ഇങ്ങനെ അഴിഞ്ഞാടുകാന്ന് വെച്ചാ ഞാനിപ്പോ എന്താ ചെയ്യുക? തല്ലാനും കൊല്ലാനൊന്നും താൻ ഇപ്പം മെനക്കിടണ്ട. ചീഞ്ഞ് നാവിയ അതിന്റെ ദൂഷ്യം തനിക്ക. എടോ, കാശുള്ളവന്റെ വീട്ടിലെ അടുക്കളക്കാരി അറിയാനാ നാട്ടുകാർക്ക് താല്പര്യം. ഇതിപ്പോ താനായിട്ട് നാറ്റിക്കണ്ട. പിന്നെ ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? താനിപ്പോ ഒന്നും ചെയ്യണ്ട. ഞാനത് കണ്ടിട്ടുമില്ല, താനത് കേട്ടിട്ടുമില്ല. എന്താ പ്രശ്നം? ഗോപാലൻ മുതലാളിയുടെ വീട്ടിൽ നിന്നും 50,000 രൂപ വിലമതിപ്പുള്ള ആഭരണങ്ങൾ കളവുപോയിട്ടുണ്ട്. മുരളിയെ സംശയമുണ്ട്. അയ്യോ, അയ്യോ, ഞാൻ ആരുടെ ഒന്നും മോഷ്ടിച്ചിട്ടില്ല. അയ്യോ അമ്മ, അയ്യോ, അയ്യോ അമ്മ, ദേ ഇവര്. സാർ, ഞാൻ ഒന്നും മോഷ്ടിച്ചിട്ടില്ല സാർ. അയ്യോ സാർ, ഇത് നിന്റെ അരിപ്പാണോ? ആണോടാ? അതെ. ഗോപാലൻ മുതലാളിയുടെ വീടിന്റെ പിന്നാമ്പുറത്തെ പൈപ്പ് ലൈനിന്റെ ചുവട്ടിൽ നിന്നും തൊണ്ടിയായി കിട്ടിയ ചെരുപ്പാണത്. കേരള സാർ, സാർ, ഞാൻ മോഷ്ടിച്ചിട്ടില്ല സാർ. കട്ടിട്ടായാലും 50,000 രൂപ ഉണ്ടാക്കുമെന്ന് അവൻ എന്നോട് പറഞ്ഞതാ. വൃത്തികെട്ട വാശി അവന്. തൊഴിലൊന്നും ഇല്ലാത്തപ്പോ നാട്ടുകാരോടും വീട്ടുകാരോടുള്ള ദേഷ്യത്തിന് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്തരത്തിലൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. സത്യത്തിൽ അവന്റെ ധൈര്യവും എടുക്കും അതായിരുന്നു നമ്മുടെയൊക്കെ പ്രചോദനം. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ മുരളി അങ്ങോട്ട് നിരപരാധിയാണെന്ന് എനിക്ക് തോന്നണില്ല. എന്തായാലും ഇനി മാധവ ടീച്ചറുടെ കാര്യം ഓർക്കുമ്പോഴാ. ആശുപത്രിയിലേക്ക് പോണോ? വേണ്ട, വീട്ടിൽ കൊണ്ടുവന്നു. അന്ന് തന്നെ രക്ഷിക്കാൻ ഞാൻ ഉപദേശിച്ച സൂത്രം ഇപ്പൊ തനിക്ക് ശിക്ഷയായി. ടീച്ചർ വിഷം കഴിച്ചു. ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം ഇപ്പൊ എന്താ ഉണ്ടായത്? ആരുടെയും പണ്ടോ പണമൊന്നും ഞാൻ മോഷ്ടിച്ചിട്ടില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും ചീത്തപ്പേരുണ്ടാക്കിയാ എങ്ങനെ വേണമെങ്കിലും അമ്മേനെ ശിക്ഷിച്ചോളൂ.
കുഞ്ചോട്ടാ, ഈ ത്രിസന്ധ്യ സത്യമായിട്ട് പറയാ. കുഞ്ചോട്ടൻ ഞങ്ങളുടെ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ മാധവി ടീച്ചറെ പോലെ ഞാനും ആത്മഹത്യ ചെയ്യും. നീ എന്താ പറഞ്ഞത്? ഈ ദീപം സാക്ഷിയായിട്ട് പറയാ. എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് വിശ്വട്ടിനൊപ്പേ ഉള്ളൂ. മരണമാണെങ്കിൽ അതും.